بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب صوم رمضان احتسابا من الإيمان ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ പ്രത്യേകം കണക്കിലെടുത്തും കൊണ്ട് റമളാൻ നോമ്പ് നോൽക്കുക അത് സ്വീകരിക്കുന്ന ബാബാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്ത്? അത് ഈമാൻ്റെ അടയാളങ്ങളാണ്. മൂമിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമേ അത് വരുള്ളൂ എന്നത് സ്വീകരിക്കുന്ന ബാബാകുന്നു. വബിസ്സനദിൽ മുത്തസിൽ قال أمير المؤمنين في الحديث محمد بن إسماعيل البخاري رحمه الله حدثنا ابن سلام قال أخبرنا محمد بن فضيل قال حدثنا يحيى بن سعيد عن أبي سلمة عن أبي هريرة رضي الله عنهم أنه قال قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഈ സനദിലുള്ള റാവികൾ അധിക 5 ആളുകളാണ്. അവരെ പറ്റിയെല്ലാം മുമ്പ് അധിക പേര് മുമ്പ് കഴിഞ്ഞു പോയതാണ്. മുഹമ്മദ് ബിൻ സാലിം, മുഹമ്മദ് ബിൻ സല്ലാം, മുഹമ്മദ് ബിൻ സല്ലാം അൽ ബീക്കന്തി, അതാണ് മുഹമ്മദ് ബിൻ സലാം എന്നാണ് പറയേണ്ടത്, സല്ലാം എന്നല്ല എന്നൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് മുഹമ്മദ് ബിൻ ഫുളൈൽ, മുഹമ്മദ് ബിൻ ഫുളൈൽ ഇബ്നു ഗസ്വാൻ ഇബ്നു ജരീരിൻ ലബ്ബി, കൂഫക്കാരനാണ്. അവിടെ ഉസ്താദന്മാർ പ്രധാനിയാണ് സബീഈ, അഴ്മഷ്, ഇങ്ങനെയുള്ള മഹാന്മാർ, ധാരാളം താബീങ്ങളെ കേട്ടവരാണ് അവർ. അവരുടെ ശിഷ്യന്മാരായിട്ടുള്ളത് ഒന്ന് ഇമാം സൗരി, ഇമാം അഹ്മദ്, അതുപോലെ വഖൽകും മിനൽ അയ്യാൻ, എണ്ണിപ്പറയാൻ പറ്റുന്ന മഹാന്മാരിൽ നിന്നുള്ള ഒരു വലിയൊരു വിഭാഗവും. ബഹുമാനപ്പെട്ട അബൂ സുർആ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദൂഖും മിൻ അഹ്ലിൽ ഇൽമിൻ്റെ അഹ്ലുകാരിൽ പെട്ടവരാണ്, വളരെ അധികം സത്യം മാത്രം പറയുന്നവരാണ്. അവരുടെ വഫാത്ത് നടക്കുന്നത് 159. റാവികളിൽ നിന്ന് മൂന്നാമത്തവർ യഹ്യ ബിൻ സഈദ് അൽ അൻസാരി എന്നവരാണ്. അവർ മദീനയുടെ ഖാദിയാരായിരുന്നു. ചർച്ച മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നാലാമത്തത് അബൂ സലമ, അബി സലമത എന്നല്ല, അബൂ സലമ അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അവരെ പറ്റി ചർച്ച കഴിഞ്ഞ് പോയിട്ടുണ്ട്. അഞ്ചാമത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ, ഈമാനൻ, വിശ്വസിച്ചവനായ സ്ഥിതിയിൽ, വഹ്തിസാബാ, കണക്കിലെടുത്തവനായ സ്ഥിതിയിലും, ഹലാക്കാൻ മുമ്പ് തർക്കീബാണ്, പലപ്പോഴും പല അർത്ഥം വെക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഈമാനിന് വേണ്ടി, കണക്കിലെടുത്തതിന് വേണ്ടി റമളാനിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു, അവർക്ക് പൊറുക്കപ്പെടുന്നതാണ്, മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് മുന്തിയതായ ദോഷങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും പൊറുക്കപ്പെടും. ഇവിടെ കുറേ ചർച്ചകളുണ്ട്. മൻ സ്വാമ റമളാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം റമളാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ എന്നല്ലേ? അപ്പോൾ റമളാൻ മുഴുവനും നോമ്പ് നോൽക്കണം എന്നില്ലല്ലോ, എന്ന് വരൂലേ? അപ്പോൾ റമളാനിൽ ഒരു നോമ്പെങ്കിലും ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവൻ്റെ ദോഷം മുഴുവനും പൊറുക്കപ്പെടും എന്നല്ലേ അർത്ഥം വെക്കുക? മഹാന്മാർ പറയുന്ന മറുപടി,
സാധാരണഗതിയിൽ ഒരാൾ റമളാൻ നോമ്പ് നോറ്റു എന്ന് പറയണമെങ്കിൽ അവൻ നോമ്പ് മുഴുവനും നോറ്റെങ്കിലേ പറ്റുള്ളൂ. ഇന്നഹു സ്വാമ റമളാന എന്ന് ഒരാളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ആ വാക്ക് സത്യമാവണമെങ്കിൽ റമളാനിൽ മുഴുവനും നോൻപൊൽക്കണം. അതാ ഇന്നഹു ലാ യുഖാലു ഫിൽ ഉർഫി സ്വാമ റമളാന ഇല്ലാ ഇദാ സ്വാമ കുല്ലാ. മുഴുവനും നോറ്റെങ്കിലേ സ്വാമ റമളാൻ എന്ന പ്രയോഗം പ്രയോഗിക്കലുള്ളൂ. ഹദീസിൻ്റെ പോക്കും അതിൽ ലാഹിറാണ്. ഹദീസ് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു മൂമിനാണെങ്കിൽ കണക്കെടുത്തവനാണെങ്കിൽ അവൻ മുഴുവനും നോൽക്കുന്നവനാവുകയും ചെയ്യും. അതുകൊണ്ട് റമളാൻ മുഴുവനും നോൽമ്പനുഷ്ഠിച്ചവർക്കാണ് ഈ ആനുകൂല്യമുള്ളത്. അതിനെയാണ് ഈ ചർച്ച നടത്തുന്നത്. അവിടെ ഒരു ചോദ്യം, എന്നാൽ റമളാനിൽ കുറച്ച് നോമ്പ് നോൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു, ബാക്കിയുള്ള നോൻപേൽക്കാൻ കഴിഞ്ഞില്ല. ഒന്നിരിക്കൽ അവൾ സ്ത്രീയാണ്, ഹൈലോ പ്രസവോ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി, അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും വേണ്ടില്ല, രോഗസംബന്ധമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ വന്നു, അല്ലെങ്കിൽ മഅദൂറായ യാത്രയിൽ അവൻ പെട്ടു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ റമളാൻ മുഴുവനും നോൻപേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവന് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ നോമ്പ് നോക്കും എന്ന ചിന്താഗതിയിലുള്ളവനാണവൻ. അവൻ നോമ്പ് കൊണ്ട് കളിക്കുന്നവനല്ല. പക്ഷേ അവനിക്ക് ഉദ്റുണ്ടായി, നോമ്പ് നോറ്റിയില്ല. അവൻ്റെ മനസ്സിലുള്ളത് വകാന നിയ്യതുഹു അസ്സൗമ ലൗലൽ ഉദ്റു ഹൽ യദ്ഖുലു തഹത ഹാദൽ ഹുക്ം. ഉദ്റില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? നോൽമ്പ് നോൽക്കുക തന്നെ ചെയ്യും. ഉദ്റുണ്ടായതുകൊണ്ട് കഴിയാത്തത് കൊണ്ട് നോൽക്കുക എന്നതാണ്. രോഗം വന്നു പോയി, പ്രത്യേക പ്രതിസന്ധി വന്നു, അങ്ങനെ നോറ്റിയില്ല, അവനിക്ക് ആനുകൂല്യമുണ്ടോ? ഇല്ലേ? മറുപടി നഅം, അതെ, അവനിക്ക് ആനുകൂല്യമുണ്ട്. കമാ അന്നൽ മരീദ ഇദാ സ്വല്ലാ ഖായിദൻ ലിഉദ്രിൻ ലഹു സവാബു സ്വലാത്തിൽ ഖായിമി. നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ് ഇരുന്ന് നിസ്കരിക്കുന്നവനിക്ക്. അത് സുന്നത്തിനെ പറ്റിയാണ് പറയുന്നത്. നേരെ മറിച്ച് നിന്ന് നിസ്കരിക്കാൻ ഒരു നിലക്കും കഴിയാത്തവൻ, അവൻ ഇരുന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മനസ്സിലെന്താണ്? കഴിയുമെങ്കിൽ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവനിക്ക്, ഇരുന്ന് നിസ്കരിച്ചവനിക്ക് ആ നിസ്കരിച്ചവൻ്റെ കൂലി ഉണ്ടല്ലോ. കാലഹുൽ ഉലമാ. ഇത് ഇമാം ഐനി 347 ചർച്ച ചെയ്യുന്ന ചർച്ചയാണ്. ഇത് ചർച്ചകൾക്ക് വിധേയമായുള്ള മറ്റു കിതാബുകളിലും മറ്റൊരു നിലക്കുകളിലും ചർച്ചകൾ ഉണ്ടായേക്കാം. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉദ്ർ കാരണമായിട്ട് റമളാനിലുള്ള 1, 2, 3 അങ്ങനെ എത്രയോ നോമ്പുകൾ പോയി, കുറച്ച് നോമ്പോ നോറ്റു, അവൻ്റെ മനസ്സിലുള്ളത് അവൻ എന്തായാലും നോൽക്കും. പ്രശ്നമില്ലെങ്കിൽ നോമ്പ് കൊണ്ട് കളിക്കുന്നവനല്ല എങ്കിൽ അവനിക്ക് ഈ പറഞ്ഞ അവൻ്റെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കുമെന്നുള്ള ആനുകൂല്യം അവനിക്ക് കിട്ടുന്നതാണ്. പ്രശ്നങ്ങളില്ലാതെ വെറുതെ ഒരു ദിവസം നോമ്പ് പറ്റൂ, അതുകൊണ്ട് തന്നെ എല്ലാം പൂർത്തിയില്ലേ, ഇനി അടുത്ത കൊല്ലം നോക്കാം, അല്ലെങ്കിൽ അവസാനത്തെ നോൻപാണ് നോൽക്കാം എന്ന് ചിന്തിച്ചു എന്നാൽ അവിടെ എല്ലാം പുറത്തു തരൂലേ? രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പൊറുക്കപ്പെടുന്നത് സഗീറത്താണ്, ചെറുദോഷങ്ങളാണ്. കാരണം പല ഹദീസുകളും മലം നിർത്തക്കിബിൽ കബായിറ എന്ന് പ്രത്യേകം കൈത് കൊടുത്ത ഹദീസുകളുണ്ട്. ആ കൈത് ഇവിടുക്കും ബാധകമാണ്. അപ്പോൾ ചെറുദോഷങ്ങളാണ് പൊറുക്കപ്പെടുക. വൻദോഷം പൊറുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം ഉള്ളത്. അതോടുകൂടെ തന്നെ അവൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു മറ്റുള്ളത് ചെയ്യാൻ കഴിയാതിരുന്നാൽ അവനിക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇനി ചെറുദോഷം തീരെ ഇല്ലെങ്കിൽ അവൻ ചെറുദോഷം മുഴുവൻ പൊറുക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ വൻദോഷങ്ങളെ പൊറുക്കപ്പെടും. അല്ലെങ്കിൽ അവനിക്ക് ആ ദോഷം പൊറുക്കുന്നതിന് പകരമായിട്ട് നന്മകൾ എഴുതി വെക്കും. ഹദീസുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട് ഈ ഹദീസ് വിശദീകരിക്കണോടത്ത്. ഇനി ഇവിടെയുള്ള മറ്റൊരു ചർച്ച, 2-3 ഹദീസുകൾ തുടർച്ചയായി നാം ഓതി ആ അമൽ ചെയ്താൽ റമളാനിലെ ഖിയാമ് ഈമാനും ഇഹ്തിസാബ് ചെയ്താൽ ഒരു ദോഷം മുഴുവനും പൊറുക്കപ്പെടും. റമളാൻ നോമ്പനുഷ്ഠിച്ചാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ലൈലത്തുൽ ഖദ്റിൽ ഒരാൾക്ക് ഹയാത്താക്കിയാൽ ദോഷം പൊറുക്കപ്പെടും. അതുപോലെ വെള്ളിയാഴ്ചകൾ ചില അമലുകൾ ചെയ്താൽ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ വുളു വേണ്ടതുപോലെ എടുത്താൽ ഒരു ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും.
വുളു കൊണ്ട് ദോഷം പൊറുക്കപ്പെടും. അർഫ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കപ്പെടും. ആശൂറ നോമ്പിനിക്ക് ഒരു വർഷത്തെ ദോഷം പൊറുക്കപ്പെടും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഓരോന്നിനും അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അവൻ്റെ അവനെ സ്വർഗത്തിൽ കടത്തപ്പെടും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഥ എന്താണ്? ഇവിടെ മഹാന്മാർ മറുപടി പറയുന്നത് فَإِنَّ كُلَّ وَاحِدٍ مِّنْهَا صَالِحٌ لِلتَّكْفِيرِ. ഈ പറഞ്ഞ ഓരോന്നും അവൻ്റെ ദോഷങ്ങളെ പൊറുക്കലിന് പറ്റിയതാണ്. നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാള് ലൈലത്തുൽ ഖദറിനെ പ്രത്യേകം പരിഗണിച്ചു. ലൈലത്തുൽ ഖദർ ഇന്നതാണെന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന് മനസ്സിലായി. അത് ശരിക്ക് ഹയാത്താക്കി കഴിഞ്ഞാൽ 1000 മാസത്തെ ഇബാദത്ത് ചെയ്തവന്റെ കൂലി ലഭിക്കലോട് കൂടെ എല്ലാ ദോഷങ്ങളും അവന് പൊറുക്കപ്പെടും. അതുപോലെ ഒരു വെള്ളിയാഴ്ച ഒരാൾ നല്ല ചിട്ടയിൽ പാലിക്കും. വെള്ളിയാഴ്ച സുബഹി മുതൽ മഗ്രിബ് വരേക്കുമുള്ള സമയങ്ങളിൽ അവൻ വളരെ അധികം ചിട്ടയോടുകൂടെ വളരെ മുത്തഖിയായിരുന്ന് ജുമുഅക്ക് പങ്കെടുത്ത് അവിടെ ദുആ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ അല്ലാഹുവോട് ചോദിച്ചാൽ വെള്ളിയാഴ്ച അവനക്കൊരു ദിവസമുണ്ട്, ഒരു സായത്തുണ്ട്. ആ സായത്തിൽ ഉത്തരം നൽകപ്പെടും. അത് കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച സുബഹി മുതൽ മഗ്രിബ് വരേക്കുമുള്ള സമയത്തെ അവൻ പ്രത്യേകം പരിഗണിച്ചു. ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്തിലായി മുഴുകി. എന്നാൽ അവനക്ക് ചോദിച്ചതിന് ഉത്തരം കിട്ടും. ഒരാൾ വുളു വേണ്ടതുപോലെ ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും നല്ല നിലക്ക് ചെയ്യുന്നവനിക്കാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ച വരേക്കും മഗ്ഫിറത്ത് നൽകും. പിന്നീട് അവൻ ഫർളുകൾ വാജിബാത്തുകൾ ചെയ്തു, സുന്നത്തുകൾ ഒഴിവാക്കി, കബീറത്തോൻ ചെയ്തില്ല. എന്നാൽ പോലും അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് അവ്വലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാം. ഇമാം ഐനി പറയുന്നു, വഖദ് യക്തസിറു ശഖ്സു അലാ ഖിയാമി ലൈലത്തിൽ ഖദ്ർ ബിതൗഫീഖില്ലാഹ് ഫയഹ്സുലു ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗഫീഖ് കൊണ്ട് ഒരാൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ഖിയാമിനുള്ള ഒരു തൗഫീഖ് ലഭിക്കുകയും അവനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചന ലഭിക്കുകയും ആ ദിവസം അവൻ പ്രത്യേകമായി ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുക എന്ന് അവനക്ക് കിട്ടും. അതുപോലെ മുഹറം 10 നോമ്പ് അവൻ പ്രത്യേകമായി മുഹറം 10 അവൻ ഹാജരായി ആ നോമ്പ് പ്രത്യേകമായി കണക്കിലെടുത്ത് നോമ്പ് നോറ്റാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം മുഴുവനും അവനക്ക് പൊറുക്കപ്പെടും. പിന്നീട് ഒരു സുന്നത്തും ചെയ്തോളണമെന്നില്ല. പിന്നീട് അവൻ ഒരു സൽക്കർമ്മവും ചെയ്തോളണമെന്നില്ല. തെറ്റുകൾ ചെയ്യാതിരുന്ന് ഫർളുകൾ ചെയ്താൽ മതി. സുന്നത്ത് ചെയ്തില്ല ചേട്ടാ അവനക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. ദറജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കും. അതുകൊണ്ടാണ് വലിയ ബുദ്ധിമാന്മാരായ ചില വ്യക്തികൾ അവർ ചില ദിവസങ്ങളെ പ്രത്യേകമായി പരിഗണിക്കും. നമ്മൾ സാധാരണക്കാരിൽ അടക്കം കാണാം. അത് ഇന്ന് ദോഷം പൊറുക്കുന്ന ദിവസമാണ്. ഇപ്പം മുഹറം 10 റമളാന്റെ മാതിരി കണക്കെടുത്ത് നോമ്പ് വിൽക്കുന്ന ചില മഹാന്മാരായ വ്യക്തികളുണ്ട്. മറ്റുള്ള ദിവസങ്ങളൊന്നും ഒരു നോൻപല്ല, നിസ്കാരം സുന്നത്ത് പോലും ചെയ്തോളുന്നില്ല. ഫർള് യാതൊരുക്കാൻ ഏതായാലും പറ്റൂല, പൊറുക്കപ്പെടണമെങ്കിൽ ചെയ്യുന്ന വേണം, അല്ലെങ്കിൽ തൗബ ചെയ്യണം. അങ്ങനെ ചില ദിവസങ്ങളിൽ വാരിദായ ഫളുകൾ അത് പരിഗണിച്ചുകൊണ്ട് ആ ദിവസത്തിനെ പ്രത്യേകമായി അതിലേക്ക് പറഞ്ഞ നിബന്ധന മുഴുവനും ഒത്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവനിക്ക് ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുകയും അവൻ വലിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അതൊക്കെ ഒരു ഭാഗ്യമാണ്. എന്നാൽ ഒരിക്കൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു സമയത്ത് ചെയ്യാതിരിക്കൽ അനുഗ്രഹം അല്ലാഹുവിൻ്റെ ഫളുകൾ കണക്കറ്റമിൽ കണക്കില്ലാത്തതാണ്. അത് എത്രയോ വലുതാണ്. എത്ര കിട്ടിയാലും ഒരാൾക്ക് തികയില്ല. കാരണം അവൻ്റെ സഫർ തൊവീലാണ്, ദീർഘമാണ്, അനന്തമായി ജീവിക്കേണ്ടതാണ് സ്വർഗത്തിൽ. അതിലേക്ക് ധാരാളം വേണം. അതിനു മുമ്പ് മഹ്ശറ, ബർസഖ്,
കബറിൽ നിന്ന് എഴുതിയിട്ട് അതെല്ലാം ദീർഘമായതുകൊണ്ട് തന്നെ അവനിക്ക് എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട് ഓരോന്നും പരിഗണിക്കാണ് വേണ്ടത്. എങ്കിലും ഉയർന്നവനാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു അമൽ കുറിക്ക് കൊണ്ടാൽ മതി, എല്ലാം കൂടി ചെയ്യണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിലേക്ക് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. അവൻ മഗ്ഫൂറാവാൻ, അവൻ ഉയർന്ന സ്ഥാനമാനമുള്ളവരാവാൻ അവനിക്ക് എന്തെങ്കിലും ഒരു അമൽ അവൻ്റെ കുറിച്ച് കിട്ടുക മതി. ഒരാൾ ഹജ്ജിന് പോയി, ഹജ്ജ് ഒരാൾ ചെയ്തു. അതാണ് ചില ആളുകൾക്ക് ഹജ്ജിനോട് വലിയ താല്പര്യമാണ്. കനക യൗമ വലദത്തുഹു ഉമ്മുഹു. അപ്പം ആ ദിവസങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ആ ഹജ്ജിൻ്റെ അമലുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറയുന്ന നിബന്ധനകൾ മുഴുവനും പരിഗണിച്ച് വളരെ ഇഖ്ലാസോടുകൂടെ ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ, ഹജ്ജിനെയൊക്കെ ചെയ്യാനേ ഉള്ളൂ, കുറേ ദുആകൾ ആവശ്യം, കുറേ ചൊല്ലി പറയാൻ കൂടുതലില്ലല്ലോ. ആ പറഞ്ഞ മശായിറുകൾ അവൻ എത്തലാണ് വേണ്ടത്. തടി കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണത്. വായ കൊണ്ട് ചെല്ലേണ്ടത് കൂടുതലില്ല. അതുകൊണ്ട് തന്നെ ആ മശായിറുകളെല്ലാം അവൻ വേണ്ടതുപോലെ പങ്കെടുത്ത് ആ അമലുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മബ്റൂറായ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസ ലിൽ ഹജ്ജിൽ മബ്റൂരി ജസാഉൻ ഇല്ലൽ ജന്ന, അവനിക്ക് സ്വർഗം ലഭിക്കൽ നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ള അമലുകൾ ചെയ്തില്ല എന്നുള്ള നിലക്ക് ഇത് അത് പവർ നഷ്ടപ്പെട്ടു പോകൂല. പക്ഷെ ദറജകൾ ഉയർന്ന് 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 പോകണമെങ്കിൽ എല്ലാം ഏറ്റെടുക്കണം. അതേറ്റവും അത്യുത്തമനാവണമെങ്കിലാണ്, അത്യുയർന്ന പദവികൾ ലഭിക്കാനാണ്, മഗ്ഫൂറാവാൻ, സ്വർഗത്തിൻ്റെ അവകാശികളാവാൻ, അവലീങ്ങൾ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അത് ഏതെങ്കിലും ഒന്ന് കുറ്റത്തിൽ കിട്ടിയാൽ മതി. അതിനാണ് ധാരാളം അമലുകൾ വലിയ വലിയ ഫളായിലോട് കൂടെ ഈ ഉമ്മത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ചെയ്തു തന്നാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.